Hi friends, once again welcome back to T Blogs. It's me Tinu Burgis from Bawi Likda. Okay, ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് GDP നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് തന്നെ ഇത്ര നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം ഈ ഒരു ലെവലിലോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ താഴ്ന്നു കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിലും മറ്റുള്ള ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നേരിട്ട് നമ്മുടെ സബ്ജക്റ്റിലോട്ട് പോവാം. ഓക്കെ, തമിഴ്നാട്ടിലോട്ട് ചെല്ലുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. ഒരു 25 വർഷം മുമ്പുള്ള തമിഴ്നാട് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. 25 വർഷത്തിന് മുമ്പുള്ള തമിഴ്നാട്ടിലോട്ട് നോക്കുവാണെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ശുചിത്വമില്ലായിരുന്നു. അവിടുത്തെ ആൾക്കാരൊക്കെ പാണ്ടിന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം ഉള്ളായിരുന്നു. അവർക്ക് വ്യക്തമായിട്ട് അന്ധമായിട്ട് ഇതിനെ അന്ധമായിട്ട് ആരാധിക്കുക. അത് സിനിമ നടന്മാരായിക്കോട്ടെ, എഡ്യൂക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു തിങ്സ് ആയിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലഘട്ടം എന്നാൽ ഈ ഒരു മോഡേൺ സംഭവത്തിലോട്ട് വന്നപ്പോഴത്തേക്കും ഇപ്പം ഇന്ത്യയിൽ ഡിട്രോയിറ്റ് എന്ന് പറയാം നമ്മുടെ തമിഴ്നാടിനെ. കാരണം എന്താന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ നൂതന സാങ്കേതിക വിദ്യയുമായിട്ടുള്ള പ്ലാനറ്റുകളും, പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വ്യവസായപരമായിട്ടുള്ള എന്തിൻ്റെ ഹബ്ബും മാക്സിമം തമിഴ്നാട്ടിൽ തന്നെ തുടങ്ങാൻ നമ്മൾ ശ്രമിക്കും. അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും കാണത്തില്ല. ഇപ്പം കിട്ടിയ ഒരു റിപ്പോർട്ട് പ്രകാരം ടെൽസയുടെ ഒരു മാനുഫാക്ചറിങ് അല്ല, ഇന്ത്യയിലെ തന്നെ ഹബ്ബ് തമിഴ്നാട്ടിൽ തുടങ്ങാൻ പോകുന്നു എന്നൊരു റൂമറൊക്കെ ഉണ്ട്. അത് ശരിയാണോ ഇല്ലയെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിലും ചെന്നൈയിലും കോയമ്പത്തൂരിലും ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ആയിക്കോട്ടെ, ഒരുപാട് അടുത്ത് എന്ന് പറഞ്ഞാൽ നല്ല നല്ല കമ്പനിയിലും വേക്കൻസിയിലും ഒരുപാടൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മോഡേൺ അവർ തന്നെ പലയിടത്തു നിന്നും ഉണ്ടാക്കുന്നു, അത് വിദേശത്ത് കയറ്റി അയക്കുന്നു. അങ്ങനെ വിദേശത്തെ പല കമ്പനികളും അവിടുത്തെ അടുക്കൾ വരുന്നു. അവിടെ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ വന്ന് തുടങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ 2 കമ്പനികൾ വന്നെന്ന് തോന്നുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ വരുന്നില്ലെന്നുള്ളത് തന്നെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് പറഞ്ഞാൽ 2-3 ഉദാഹരണങ്ങളൊക്കെ പറയാം. നമുക്കിവിടെ മേഡം നമുക്കൊരു 10% 10% അൺഎംപ്ലോയ്മെന്റ്. 10% ഇല്ലല്ലോ, നമുക്ക് എത്രയായിരുന്നു? നമുക്കൊരു 10 പേര് ഇവിടെ തൊഴിൽ ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അവിടെ തമിഴ്നാട്ടിൽ 2 പേരെങ്ങാണ്ടേ ഉള്ളൂ തൊഴിലില്ലാതെ നിൽക്കുന്നത്. അവിടെ എല്ലാവർക്കും തൊഴിലുണ്ട്, അല്ലെങ്കിൽ മാക്സിമം വയ്യാത്തവരായിരിക്കും തൊഴിലില്ലാതെ നിൽക്കുന്നത്. പിന്നെ അതിലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ മലയാളികളുടെ കൂട്ട് പോളിഷ്ഡായിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടി മാത്രമേ അവർ പോകത്തുള്ളൂ എന്നുള്ളതല്ല. ഇപ്പം നോക്കുവാണെങ്കിൽ അവരെല്ലാത്തിനും പോകും. എല്ലാത്തിനും കൃഷിയെങ്കിൽ കൃഷി, അല്ലെങ്കിൽ റിസർച്ചെങ്കിൽ റിസർച്ച്, അല്ലെങ്കിൽ എല്ലാ വർക്കിനും. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം അധികം വൈകാതെ നമ്മൾ മലയാളീസൊക്കെ ഇപ്പോഴും സ്റ്റാർട്ടിങ് തുടങ്ങി. ഇപ്പം നോക്കുവാണെങ്കിൽ പല മലയാളീസും ഇപ്പം യുവാക്കന്മാരായിട്ടുള്ള പലരും ഇന്ന് ഇപ്പം കേരളത്തിലില്ല. കേരളത്തിൽ നല്ലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ പറഞ്ഞേക്കുന്നതാണ്, നല്ലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റത്തില്ല. ഉടനെ പല യൂണിയനുകളായിക്കോട്ടെ ഭയങ്കരമായിട്ട് പറയുക, അവിടെയൊക്കെ വരുമ്പോഴും അങ്ങനത്തുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞ നമ്മുടെ ഒരു കേരളം നമുക്കൊരു സ്വന്തമായിട്ട് വിഴിഞ്ഞം പോർട്ടുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റുള്ള ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഡെവലപ്മെന്റ് ആയി പോകാതെ ഇരുന്നില്ല. സത്യം പറഞ്ഞാൽ 3 കോടിക്ക് അപ്പുറം അങ്ങാണ്ട് ആൾക്കാരെ, 4 കോടിക്ക് അടുത്തങ്ങാണ്ട് ആൾക്കാരെ നമ്മുടെ ജനസംഖ്യാപരമായിട്ട് നമ്മുടെ സ്റ്റേറ്റിലുള്ളതെന്ന് പറഞ്ഞാലും ഒരു പക്ഷെ നമുക്ക് നല്ല കാര്യം നമുക്ക് മെനക്കെടാനും വയ്യ, മേലെ എണ്ണങ്ങാനും വയ്യ. ഇപ്പം വേറൊരു രാജ്യത്ത് എന്ന് ആണെങ്കിൽ അവിടുത്തെ സെക്കൻഡ് സിറ്റിസണായിട്ട് ജീവിക്കാനും അവിടുത്തെ എന്ത് വേണമെങ്കിലും ചെയ്യാനും നമുക്കുണ്ട്.
പിന്നെ വേറൊരു കാര്യം ഇരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ GDP കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ എന്നാടക്കായാലും അല്ലെങ്കിൽ GCC ഉള്ളവര് ബേസ് ചെയ്തിട്ടാണ്. ഒരു പക്ഷെ അവിടെ നിർത്തി വരുവാണെങ്കിലും അത് തുത്താത്തട്ട. അപ്പം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത്. ഇപ്പം ആർക്കും ഒന്നും ചെയ്യാനും കഴിയില്ല അങ്ങനത്തെ. ഇപ്പം നമ്മള് കേരളം വിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിലോട്ടൊന്ന് ആ ബോർഡറിലോട്ട് വെക്കുവാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ടുള്ള റോഡുകളാണ്. അപ്പം നമ്മുടെ ഈ ജോലി ഇല്ലായ്മ പിന്നെ അവിടെ എല്ലാവരും ഒരു ഐക്യത്തിലായിരിക്കും ജീവിക്കുന്നത് തമിഴ്നാട്ടില്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഭാഷാപരമായിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലായിരിക്കും. പിന്നെ ചിലയിടത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും. ഒറ്റപ്പെട്ടതെന്നല്ല, കുറച്ച് സംഭവങ്ങൾ എല്ലായിടത്തും കാണുന്നതിൻ്റെ സൊസൈറ്റിയിൽ അവിടെയും ഉണ്ടാവും. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ഭാഷാപരമായിക്കോട്ടെ ബാക്കിയുള്ള രീതിയിലായിക്കോട്ടെ ഒറ്റപ്പെട്ട് ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ കേരളം ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ഗിയർ ഇട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് ഡൗട്ട്. ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു US സംരംഭം ഇപ്പം പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം കയറി ഇറങ്ങണം. കാശുള്ളവനായിക്കോട്ടെ കാശില്ലാത്തവനായിക്കോട്ടെ. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പം പല ആൾക്കാർക്ക് നിൽക്കുന്നില്ല, അവിടെ വിട്ടു പോവാണ് പല രാജ്യങ്ങളിലോട്ടും. ഓക്കെ, സ്നേഹിറ്റ് വർഗീസ് ഫ്രം T-Block സൈനിങ് ഔട്ട്. ഇതിപ്പം ഞാൻ എൻ്റെ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുകയല്ല. ഇവിടുത്തെ ഒരു സത്യം പറഞ്ഞ വിഷമങ്ങളുണ്ടാ. ഇപ്പം ഈ അടുത്തിടെ ഞാനൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ബ്ലോഗും ഒക്കെ ഇട്ടായിരുന്നു. ബ്ലോഗ് അല്ല, ചെറിയൊരു വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അവിടെ നവീകരിച്ച നല്ല സെറ്റപ്പ് ഒക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനൊക്കെ എന്ന് പറഞ്ഞാല്. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ തെറ്റെന്ന് നമ്മൾ പറയണമല്ലോ. ഓക്കെ, സ്മിറ്റ് വർഗീസ് ഫ്രം T-Block സൈനിങ് ഔട്ട്.